ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എവറി ഡേ വെയർ ചെയ്യാൻ പറ്റുന്ന 5 സാരികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു സാരിക്ക് വെറും 100 രൂപയാണ്, 5 സാരിക്ക് കൂടെ 500 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഓരോരോ സാരി ആയിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാരിക്ക് വെറും 100 രൂപ മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡെയിലി ഉടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ പ്രൈസ് 100 രൂപയാണെങ്കിലും ഇതിന്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു യെല്ലോ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് നമ്മുടെ ആദ്യത്തെ സാരി. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ ഡെയിലി ഉടുക്കാനും അതുപോലെ ടീച്ചേഴ്സിനൊക്കെ ഉടുക്കാനായിട്ട് പറ്റിയ ടൈപ്പ് സാരികളാണ് ഇതെല്ലാം. ഞാനും ഈ സാരികളെല്ലാം കോളേജിൽ ഉടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. നമ്മുടെ കയ്യിലുള്ള നല്ല സാരികളൊക്കെ നമ്മൾ ഡെയിലി ഉടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കുറച്ച് ലോ പ്രൈസ് വരുന്ന സാരികളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ സാരികളെല്ലാം എൻ്റെ അമ്മയാണ് എനിക്ക് വാങ്ങിച്ചിട്ട് വന്നത്, ഞാൻ വാങ്ങിച്ചതല്ല. ഈ 5 സാരീസും അമ്മയുടെ സെലക്ഷൻ ആണ്. എനിക്കും നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോന്നിന്റെയും കളർ കോമ്പിനേഷൻസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഈ ഒരു കളർ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉടുക്കാൻ പറ്റിയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് ആണ് ഇതെല്ലാം. ഈ ഒരു സാരിയുടെ കളർ കോമ്പിനേഷൻ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. അധികം ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ഇത്. ഈ ഒരു സാരിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിലൊരു എംബ്രോയിഡറി വരുന്ന ടൈപ്പ് കുറച്ച് പൂക്കളൊക്കെ, കുറച്ച് ഡിഫറെന്റ് കളേഴ്സിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ അവസാനത്തെ സാരി മാത്രമാണ് ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്നത്. ഇത് നോർമൽ നമ്മുടെ ഓഫീസിലൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പക്ക ആ ടൈപ്പ് സാരിയാണ്. പക്ഷേ ഞാൻ വലുതായിട്ട് കോട്ടൺ സാരീസ് യൂസ് ചെയ്യുന്ന ആളല്ല. എനിക്ക് കൂടുതലും സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉടുത്തു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സാരീസിനൊന്നും ബ്ലൗസ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ടീഷർട്ടാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലാ സാരീസും അതിൻ്റെതായിട്ടുള്ള ബ്ലൗസ് വെച്ച് ഉടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാകും. ഈ സാരികൾക്കെല്ലാം 100 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നല്ല ലെങ്ത് ഉള്ള സാരീസ് ആണ് എല്ലാം. ഈ ഒരു സാരിക്ക് നേവി ബ്ലൂ കളർ ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാകും. ഞാനിവിടെ വെറുതെ സിംഗിൾ പ്ലീറ്റ് ഇട്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുത്ത് കാണിക്കുന്നത്. ഞാൻ പിന്നീട് കോളേജിൽ പോകുമ്പോൾ ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സാരി നേരിട്ട് കണ്ടതിനേക്കാളും ഉടുത്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത സാരി എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന കുറച്ച് നല്ല അടിപൊളി പൂക്കളൊക്കെ വരുന്ന ഒരു സാരിയാണ്. ഇത് ഡബിൾ കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല വൃത്തിക്ക് ഉടുത്ത് വരുമ്പോൾ നമ്മുടെ നോർമൽ ഹാഫ് സാരി ടൈപ്പ് ആ ഒരു രീതിക്കാണ് ഈ ഒരു സാരി കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ഇതൊക്കെ അമ്മുമ്മമാർ ഉടുക്കുന്ന ടൈപ്പ് സാരിയാണ് അല്ലെങ്കിൽ പഴയ മോഡലാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എനിക്ക് ഈ ടൈപ്പ് സാരികളൊക്കെ നല്ല ഇഷ്ടമാണ്. അത് മാത്രമല്ല ഈ ചൂടത്ത് ഇതെല്ലാം ഉടുക്കാനും നല്ല സുഖമാണ്. ഞാൻ ഡെയിലി കോളേജിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസിലുള്ള സാരികളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഉടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാരികളും എൻ്റെ അമ്മുമ്മയുടേതാണ്. എന്തായാലും ഈ ഒരു സാരി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നല്ല വൃത്തിക്ക് ഉടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. ഈ ഒരു സാരിയുടെ കൂടെയും നേവി ബ്ലൂ കളർ ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഏത് കളർ ബ്ലൗസ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം എന്നുള്ളത്. ഇനി നമ്മുടെ മൂന്നാമത്തെ സാരി എന്ന് പറയുന്നത് ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഈ ഒരു സാരി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡബിൾ കളറിൽ അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഒരു സാരിയുടെ കൂടെ നമ്മുടെ നോർമൽ ബ്ലാക്ക് കളർ ബ്ലൗസ് സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാകും. ഈ ഒരു സാരിയുടെ പല്ലു പൂശിൽ നല്ല അടിപൊളി പ്രിന്റ് പോലുള്ള സംഭവങ്ങളാണ് വരുന്നത്. കുറച്ച് ഇലകളും പൂക്കളും മരങ്ങളൊക്കെ വരുന്ന ടൈപ്പ് നമ്മൾ പെയിന്റിങ്ങിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് സാരിയാണിത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഏകദേശം ഒരു സാറ്റൻ പോലെ വരുന്ന ഒരു മെറ്റീരിയൽ വരുന്ന ഒരു സാരിയാണ് ഇതും. നമ്മൾ നല്ല വൃത്തിക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് പിന്നൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. ഞാനിപ്പോൾ വളരെ സ്പീഡിൽ റാൻഡം ആയിട്ട് ഉടുക്കുമ്പോൾ പോലും നല്ല വൃത്തിക്ക് തന്നെ എനിക്ക് പ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ മെറ്റീരിയൽ അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ രീതിക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി സാരികളായിട്ടാണ് എനിക്ക് ഈ 5 സാരിയും തോന്നിയിട്ടുള്ളത്. ഈ ഒരു സാരി ഉടുക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. എനിക്ക് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന വേറൊരു സാരിയും ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ലൈറ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ്. ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. ഞാനിവിടെ പ്ലീറ്റ്സും കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന്
ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇത് കൊള്ളാവോ എന്നുള്ളത്. പക്ഷെ നല്ല രീതിക്ക് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത് കാണിക്കുന്നത് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് സാരിയാണ്. ഈ ഒരു സാരിയുടെ കളർ കോമ്പിനേഷനും നല്ല അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സാരിയാണിതും. കാരണം ഈ ഒരു സാരിയുടെ പല്ലു പൂശലിൽ കുറച്ച് സ്റ്റോൺ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. പിങ്കും പർപ്പിളും നേവി ബ്ലൂ ഒക്കെ ചേർന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു സാരിയുടെ കളേഴ്സ്. എനിക്കിതുപോലെ കുറേ കളേഴ്സ് വരുന്ന സാരീസൊക്കെ നല്ല ഇഷ്ടമാണ്. ഈ ഒരു സാരി കണ്ടപ്പോഴും ഇതിൻ്റെ കൂടെ ഏത് കളർ ബ്ലൗസ് പെയർ ചെയ്യും എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. പിങ്ക് വേണോ, പർപ്പിൾ വേണോ, അല്ലെങ്കിൽ നേവി ബ്ലൂ കളർ തന്നെ വേണോ എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു സാരിക്ക് ഏത് കളർ ബ്ലൗസ് മാച്ച് ആകും എന്നുള്ളത്. ബാക്കി സാരികളിൽ നിന്ന് കുറച്ചും കൂടെ ലെങ്ത് കൂടുതലുള്ള സാരിയാണിത്. നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പല്ലു പൂഷൻ്റെ അവിടെ നമ്മൾ കുട്ടി കുട്ടി പ്ലീറ്റ്സ് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും ഈ ഒരു സാരി കാണാനായിട്ട്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണിത്. നല്ല കളർ കോമ്പിനേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സാറ്റിൻ ടൈപ്പ് വരുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ ഒരു സാരിക്കുള്ളത്. എനിക്ക് ഈ ഒരു സാരിയും നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു നേവി ബ്ലൂവിൽ പൂക്കൾ വരുന്ന ആ ഒരു സാരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഒരു മോഡേൺ ടൈപ്പ് സാരി ഒന്നുമല്ല, നമ്മുടെ നോർമൽ പഴഞ്ചൻ സാരി തന്നെയാണ്. പക്ഷെ എനിക്കെല്ലാം നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് കാണിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് സാരിയാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മജന്തയും അതുപോലെ തന്നെ യെല്ലോ കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണിത്. ഞാൻ നേരത്തെ മടക്കി വെച്ചിരുന്നപ്പോൾ ഈ സാരി ഇത്രയും ഭംഗിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഉടുത്ത സമയത്താണ് സാരിക്ക് ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു സാരിയുടെ കൂടെ നമ്മൾ യെല്ലോ കളർ ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാകും. ഇതും നല്ല അടിപൊളി മെറ്റീരിയൽ വരുന്ന സാരിയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് ഉടുക്കാനും നല്ല സുഖമാണ്. അത് മാത്രമല്ല പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനും പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഇലകളും പൂക്കളൊക്കെ വരുന്ന പ്രിന്റ് വരുന്ന സാരിയാണിത്. എനിക്ക് കൂടുതൽ ഇതുപോലെ പൂക്കളൊക്കെ വരുന്ന സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്ന സാരീസും ഒരുപാട് ഇഷ്ടമാണ്. ചില ആളുകൾക്ക് ഇതുപോലെ ബ്രൈറ്റ് കളേഴ്സ് ഒന്നും അധികം ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇതുപോലുള്ള ബ്രൈറ്റ് കളേഴ്സൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നത്, ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന സാരികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു 5ാമത്തെ സാരിയും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് ഉടുക്കാനും നല്ല സുഖമാണ്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ഉടുക്കാനാണെങ്കിൽ പോലും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. നിങ്ങൾക്ക് ഈ ഒരു 5 സാരികളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇത്രയും ചീപ്പായിട്ട് വെറും 100 രൂപയ്ക്ക് വാങ്ങിച്ച സാരി എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.